ചാവടിച്ചേട്ടോ, ചാവടിച്ചേട്ടോ. ആ, ഇത്ര നേരം എവിടെ പോയി കിടന്നടാ? നല്ല സാധനം കിട്ടാൻ ഞങ്ങൾ ഒരുപാട് കറങ്ങി. ഈ ചാരായെന്ന് ബോർഡ് വെച്ചിട്ട് ചങ്കുറുപ്പൻ സാധനം വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ ഒക്കുവോ? വാ തുടങ്ങാം. അപ്പൊ തുടങ്ങിക്കളയാം. ഈ രാത്രിയിൽ എന്താ പാട്ടും കൂത്തും? ചേട്ടാ, ചേട്ടൻ വലിയ മനസ്സുള്ള ഒരാളല്ലേ, പിന്നെ എന്തിനാണ് ഈ നിസ്സാര കാര്യത്തിന് അടിമയാവുന്നത്? എന്റെ വേദനകൾ മറക്കാൻ വേണ്ടി മാത്രമാണ് ഗീതയെ ഞാൻ കുടിക്കുന്നത്. ഇത് വിഷമാണ് ചേട്ടാ. വേദനകൾക്ക് പരിഹാരം കാണുന്നത് കുടിച്ചിട്ടല്ല. കുടിച്ചാൽ ജീവിതം നശിക്കേ ഉള്ളൂ. എന്ന് പറയരുത്. ഡോക്ടർ ഡോങ്കിവാല പറഞ്ഞിരിക്കുന്നത് മൃതസംഖ്യയാണ്. നീ വന്നതിന് ശേഷമാണ് ചേട്ടൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്. ചേട്ടാ, ചേട്ടൻ എന്നെ സ്വന്തം പെങ്ങളാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ. ഇനി ഇങ്ങനെ കുടിച്ചാൽ ഞാൻ ഈ വീട്ടിൽ വരില്ല. നിൽക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ എല്ലാരും ഉറങ്ങി? ഇപ്പൊ കുറവ് സാരമില്ല. ശങ്കര, ഏതോ ഒരു പെണ്ണ് അതിന് കയറി ചാടുന്നു. വാ അമ്മയമ്മേ, അമ്മയമ്മേ. നീ എന്നെ വെട്ടിച്ചിട്ട് കടന്നുകളയാമെന്ന് വിചാരിച്ചല്ലേ? എഴുന്നേടി. എന്ത് സംഭവിച്ചു? എന്റെ അനിയത്തിയാ, തലയ്ക്ക് നല്ല സ്ഥിരമില്ല. ഒന്ന് വീട് വരെ വിട്ടുവരാമോ? പിടിക്കടാ. ഇവിടുത്തെ മറ്റുള്ളവന്മാരൊക്കെ എവിടെ? എടി ശാരദേ, നളിനി, അറിയാതെ ഈ അർദ്ധരാത്രിക്ക് അവൾ എങ്ങനെ മതിനെ ചാടി? എടാ ശങ്കര, നാളെ എവറ്റകൾ എഴുന്നേക്കാൻ വയ്യാത്ത വിധത്തിൽ തല്ലി ചതക്കടാ. എന്റെ വീട്ടിൽ എന്റെ ചോറ് നിന്നുകൊണ്ട് നന്ദികേട് കാണിക്കുന്നു അല്ലേ? ഈ ബംഗ്ലാവിനകത്ത് തമ്പി അദ്ദേഹത്തെ ഭയന്ന് കാറ്റ് പോലും കടന്നു വരാറില്ല. എങ്കിലും നമ്മുടെ അലമാര കുത്തി തുറന്ന് പണമടിച്ചെടുത്തെന്ന് കേട്ടപ്പം നമ്മുടെ ചങ്കിനകത്തിട്ട് കുത്തിയതുപോലെ ആയിപ്പോയി. അതേടാ, അവനെ വകവരുത്താതെ ജീവിച്ചിരിക്കുന്നതിലാണ് എനിക്ക് അപമാനം.
അങ്ങനെ വിഷമിക്കേണ്ട. ഇവനേക്കാൾ കൊലകൊമ്പന്മാരെ കൊമ്പ് കുത്തിക്കാനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ചില ഏർപ്പാടുകൾ ചെയ്തു തന്നാൽ മതി. എന്തോന്നാ? വെരി ഗുഡ്. അവൻ വിഷസർപ്പത്തെയാണ് നോവിച്ചതെന്ന് മനസ്സിലാക്കിക്കൊള്ളു. എന്താ നിഷ? നീ കണ്ടില്ലേ? എന്തോന്ന്? ഞാനാ തൂക്കി എറിഞ്ഞത് പാമ്പ്. എന്ത് പാമ്പ്? ഏതാ പാമ്പ്? എന്ത് പാമ്പ്? ഏത് പാമ്പ്? എവിടുത്തെ? അങ്ങോട്ട് നോക്കണോ? പാമ്പ് പാമ്പ് ഒറ്റ പാമ്പ് വിടല. പാമ്പല്ല അപ്പൊ വെള്ളം മനസ്സിലായിരിക്കും. പാമ്പ്